Hello guys, I am Admin and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസിൻ്റെ വേണ്ടി പുതിയ മാർവൽ സ്റ്റോറിക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും അടുത്ത വർഷം ഡിസംബറിലാണ് ഈ പടം റിലീസ് ആവുന്നതെങ്കിൽ പോലും എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ ഒരു പടത്തിൻ്റെ ലീക്സാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. സോ ഇപ്പം കിട്ടുന്ന ലീക്സ് പ്രകാരം നമുക്ക് ഡൂംസ്ഡേനെ കുറിച്ചും നമ്മുടെ ഡോക്ടർ ഡൂമിനെ കുറിച്ചും, അതായത് മാർവൽ മൾട്ടിവേഴ്സ് നശിക്കും എന്നുള്ള ഒരുപാട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് ലീക്സ് ഉണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വീഡിയോസ് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവഞ്ചേഴ്സ് ഡൂംസ്ഡേനെ കുറിച്ചുള്ള ലീക്സാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് ഓസം ആൻഡ് ലേറ്റസ്റ്റ് വെപ്പൻസ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. സോ ഞാൻ പറഞ്ഞോട്ടെ, ഈ അടുത്ത് ഡിസ്നിയുടെ ഒരു ഇവൻറ്റ് നടന്നു, D23 പോലത്തെ ഒരു ഇവൻറ്റ്, അതായത് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വരെ നടന്നു. അവിടെ ചെറുതായിട്ട് ഒരു എന്താ പറയുക ലൈറ്റ് ഷോ പോലത്തെ ലേസർ ഷോ പോലത്തെ ഒരു സംഭവമൊക്കെ കാണിച്ചു. അതിൽ നമ്മുടെ ഡൂമിൻ്റെയും മറ്റേ എന്താ പറയുക ഡൂംസ്ഡേയിലെ ചില ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു കോസ്റ്റ്യൂംസ് പോലൊക്കെ ചെറിയ പാർഷ്യൽ റിവീൽ ഉണ്ടായി. പലരും പറയുന്നുണ്ട് ഒരു ടീസർ പോലത്തെ സംഭവമൊക്കെ ലീക്കായിട്ടുണ്ടെന്ന്. അത് പലരും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. ബട്ട് നമുക്ക് കൺഫേം ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഷോ പോലത്തെ സംഭവം നടന്നു. അതിൽ നമുക്ക് സൂട്ടിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ കുറച്ച് റിവീൽ ചെയ്യാനുണ്ട്. അത് പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്ന കുറച്ച് തിയറീസാണ്. അതായത് ഡോക്ടർ ഡൂമിന് ഈ മൾട്ടിവേഴ്സിനെതിരായിട്ട് നല്ല ദേഷ്യമുണ്ട്. അതാണ് ആദ്യത്തെ ഒരു തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ RDJയുടെ റോബർട്ട് ഡോണി ജൂനിയറിൻ്റെ ഡോക്ടർ ഡൂമിന് ഈ മൾട്ടിവേഴ്സ് എങ്ങനെയും നശിപ്പിക്കണം എന്നാണ് പുള്ളിക്കാരൻ്റെ ഒരിത്. എക്സ്മെൻ യൂണിവേഴ്സുമായിട്ട് ഇത് കണക്റ്റ് ആവും എന്നാണ് പറയുന്നത്. എന്താ പറയുക, ഇതൊരു കൊളീഷൻ കോഴ്സൊക്കെ ഉണ്ടായി നമ്മുടെ എർത്ത് MCUയുടെ എർത്ത് 616 അടക്കം നശിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് എന്താ പറയുക, ഒരുപാട് വലിയൊരു ക്രൈസിസ് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂം അഴിച്ചുവിടും. ആ ഒരു സംഭവം ഡൂംസ്ഡേയിലാണ് നടക്കാൻ പോകുന്നത്. സോ ഈ ഡൂംസ്ഡേ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഇവൻ്റ് ആയിരിക്കും. അതിനെക്കാട്ടിന്നും വലിയൊരു ഇപ്പം ഞാൻ പറഞ്ഞേ ഒരു സ്റ്റാർട്ടിങ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. ബട്ട് ഒരു എപ്പിക് അതായിരിക്കും നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാസ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഒരുപാട് ടീം അപ്സും ഇൻകർഷൻ ഇവൻറ്റ്സും നടക്കും. ഇൻകർഷൻസൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ പണ്ട് ചെയ്തിട്ടുണ്ട് മൾട്ടിവേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ. ഫെൻറ്റാസ്റ്റിക് ഫോർ അഫ്കോഴ്സ് കൺഫേംഡ് ആണ്. ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ അവസാനം ഫസ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനം ഡൂമിനെ കാണിച്ചതാണ് അവഞ്ചേഴ്സ് എക്സ്മെനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എക്സ്മെൻ നമ്മുടെ പഴയ എക്സ്മെൻ മൂവീസിൽ പല ക്യാരക്ടേഴ്സിലായിട്ട് അഭിനയിച്ച ആക്ടേഴ്സും അവരുടെ റിട്ടേണും കാര്യങ്ങളൊക്കെ ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവൻ മിസ്റ്റിക് ആയിക്കോട്ടെ, ആൻഡ് അതുപോലെ ഒരുപാട് ഇപ്പം പേരെടുത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും അവരുടെ റിട്ടേൺ ആ ആക്ട്രസസ് ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒഫീഷ്യലി മാർവലിൻ്റെ ഭാഗത്തുനിന്നും ഒരു ഉറപ്പോ അല്ലെങ്കിൽ കൺഫർമേഷനോ ഒന്നും തന്നെയില്ല. മേ ബി നമുക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച പോലൊരു ആ ചെയറില്ലേ, അതായത് കാസ്റ്റ് റിവീൽ, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലത്തെ സംഭവം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇവരെല്ലാവരും ഈ മൊത്തം ടീമും ഡൂമിനെതിരെ, അതായത് താനോസിനെതിരെ എങ്ങനെയാണോ എൻഡ് ഗെയിമിലൊക്കെ ഇൻഫിനിറ്റി വാറിലും പോയാൽ ഡൂമിനെതിരെ ഇവരെല്ലാവരും വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആൻഡ് നമ്മുടെ ഷൂറി നമ്മുടെ ഈ ഒരു വേൾഡൊക്കെ കൊളൈഡ് ചെയ്യുന്നത് നേരത്തെ തന്നെ അറിയും എന്നത്, അതായത് ഈ ഡൂമിനെ കുറിച്ചൊക്കെ ഷൂറി നേരത്തെ അറിയും എന്നാണ് ഈ ഒരു ലീക്കിൽ പറയുന്നത്. സോ പുള്ളിക്കാരി അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ ഹീറോസിൻ്റെ സ്ഥലത്തേക്ക് നേരത്തെ നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. സോ ഈ വാൺ ചെയ്യുന്ന സൂപ്പർ ഹീറോസിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സാം വിൽസൺ, പിന്നെ നമ്മുടെ വോങ്, ബ്രൂസ് ബാനർ, ക്യാപ്റ്റൻ മാർവൽ, തോർ എന്നീ സൂപ്പർ ഹീറോസിനെ നമ്മുടെ ഷൂറി വാൺ ചെയ്യും വളരെ നേരത്തെ തന്നെ. പിന്നെ എന്ന് വെച്ചാൽ അടുത്തൊരു ലീക്ക് ഇത് എത്രത്തോളം എന്താ പറയുക പോസിബിളാണ്, അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക നടക്കുമെന്ന് അറിയത്തില്ല. ഈ പറയുന്ന ഒരു ലീക്കും നടക്കുമെന്ന് ഞാൻ 100% പറയുന്നില്ല. ഇതെല്ലാം ലീക്സാണ്. അത് നിങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ ലീക്ക് എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മുടെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്
നമ്മുടെ ഡൂം കിഡ്നാപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ അത് മേ ബി നമ്മൾ അതുപോലൊരു സംഭവം ഫാൻറ്റാസ്റ്റിക് ഫോറിൻ്റെ അവസാനം കണ്ടതാണ്. ബട്ട് അത് അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സൂസ്റ്റോം വരുന്നതായിട്ടാണ് കാണുന്നത്. സോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമോ അതറിയത്തില്ല. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫാൻറ്റാസ്റ്റിക് ഫോർ എർത്ത് 616 അതായത് MCUയുടെ മെയിൻ യൂണിവേഴ്സിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് അറിയുന്നത്. സോ എൻ്റെ ഒരു തിയറി ഞാൻ പറയാം. അതായത് ഡൂം നമ്മൾ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടപോലെ ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടതുപോലെ നമ്മൾ കണ്ടില്ല മുഴുവനും. ബട്ട് നമ്മുടെ ഡോക്ടർ ഡൂം സൂസ്റ്റോം നിക്കെ തന്നെ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവരെ എന്ന് വെച്ചാൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ തേണ്ടി ഫാൻറ്റാസ്റ്റിക് ഫോർ മൊത്തം നമ്മുടെ എർത്ത് 616ലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്മെൻ യൂണിവേഴ്സിൽ അവരും ഇങ്ങോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. സോ എന്താ പറയുക, ഈ നമ്മുടെ മോണിക്ക റാംബോയും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സും ഇവരെയും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ഓൾറെഡി കിഡ്നാപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളെ മോണിക്ക റാംബോയെ കിഡ്നാപ്പ് ഉണ്ടാവണം എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഇനി നമുക്ക് വളരെ എന്താ പറയുക ഒരു ഇതായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടി വിയെ കുറിച്ചാണ്. അതായത് ലോക്കി ടൈം വേരിയൻസ് അതോറിറ്റി. സോ ലോക്കിക്ക് നല്ല റോളുണ്ടാവും. സോ ലോക്കി ഇപ്പോൾ എത്തിയിരിക്കുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദ മോസ്റ്റ് പവർഫുൾ ബീയിങ് ഇൻ MCU കറണ്ട് MCU എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം പവർഫുൾ ആയിട്ടാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. സോ ലോക്കിക്ക് ഇന്ന് കുറച്ചൊക്കെ നേരത്തെ അറിയാതിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഗലാക്ടസ്, ഓഫ് കോഴ്സ് ഗലാക്ടസ് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടൊന്നുമില്ല. സോ ഗലാക്ടസ് വരും. നമ്മൾ ഫാൻറ്റാസ്റ്റിക് ഫോർ കണ്ടതെന്ന് വെച്ചാൽ ഗലാക്ടസ് വന്നിട്ട് ആ ഒരു പോർട്ടലിലോട്ട്, അതായത് ഫാൻറ്റാസ്റ്റിക് ഫോറിൽ എർത്തിലോട്ടുള്ള ആ പോർട്ടലിലോട്ട് വരാതെ ക്ലോസ്ഡ് ആയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഗലാക്ടസിന് മരണമോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ ഗലാക്ടസും ഇതിൽ ഒരു മേജർ ബിഗ് ബാഡായിട്ട് വരാൻ തന്നെ സാധ്യതയുണ്ട്. പിന്നെ ബാറ്റിൽ വേൾഡിൻ്റെ കാര്യങ്ങളും റിയാലിറ്റി ആൾട്രേഷൻ അതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് എന്താ പറയുക, ഈ പടം ഒരുപാട് ഇമോഷണൽ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണിയാൽ തീരാത്ത ലീക്സാണ് ഗൈസ് ഈ ഒരു പടത്തിനെ കുറിച്ച് തന്നെ പറയുന്നത്. ആൻഡ് നമ്മൾ എന്താ പറയുക, ഇനി വരാൻ പോകുന്നത് ഇനി അടുത്തൊരു MCU ഇതെന്ന് പറയുന്നത് മൂവി എന്ന് പറയുന്നത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെയാണ്. അതിൻ്റെ ലീക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഒരു പരിധി വരെ കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇത് ഒരു വർഷം ത്തിന് മേളിലുണ്ട്. അടുത്ത വർഷം ഡിസംബറിലാണ്. എന്നിട്ട് പോലും ഇപ്പോൾ പാറ ലീക്സാണ് കേസ് ഈ ഒരു ഡൂംസ്ഡേനെ കുറിച്ച്. ആൻഡ് ഓഫ് കോഴ്സ് അതിന് മുമ്പ് തന്നെ ഈ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഇറങ്ങുന്ന മുമ്പ് സീക്രട്ട് വാർസ് എന്നുള്ള കോമിക്കുണ്ട്, അതിന് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ആൻഡ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാറ്റ്മാൻ 3 ജോക്കേഴ്സ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഞാൻ എന്താ പറയുക തോർ മൂവി തോറിൻ്റെ സിനിമയുടെ എക്സ്പ്ലനേഷൻ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഉടനെ തന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് അതായിരിക്കും. ആൻഡ് അനദർ ഹാപ്പി ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഡെഡ്പൂൾ ബാറ്റ്മാൻ മാർവൽ DC ക്രോസ് ഓവർ കോമിക് അത് ഇന്നലെ സെപ്റ്റംബർ 15 റിലീസായി. അത് ഞാൻ ഇന്ത്യയിലടത്തും കിട്ടാനില്ല, മാക്സിമം നോക്കി. ബട്ട് എന്താ പറയുക പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പുറത്തുനിന്ന് ഒപ്പിച്ചാൽ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഒരു അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഇടാം. സോ ഇത്രയൊക്കെ ആയിരുന്നു. എന്താ പറയുക ഇത്രയല്ല, ഒരുപാടുണ്ട് പറയാൻ. ജസ്റ്റ് ഡൂംസ്ഡേ ഈസ് ഗോണ ബി ബിഗ് ആൻഡ് മാസീവ്. സോ ഗൈസ് ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ് മറ്റൊരു മാർവൽ വീഡിയോ നമുക്ക് വീണ്ടും കിട്ടാം. അതുകൊണ്ട് സൈൻ ഔട്ട് ആൻഡ് യു വാച്ചിങ് സൂപ്പർ സ്റ്റേറ്റ്മെൻറ്റ്. സൂപ്പർ ഹീറോസ്.